അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അത്തഹിയാത്തിൽ ഏത് സമയത്താണ് വിരൽ ഉയർത്തേണ്ടത്? പലപ്പോഴും പല രൂപത്തിൽ ചെയ്യുന്നതായി കാണാൻ കഴിയും. ചില ആളുകൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി ചെല്ലുമ്പോൾ കൈ ഉയർത്തി പിന്നെ താത്തുന്നത് കാണാൻ കഴിയും. ചില ആളുകൾ ഈ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി ചെല്ലുമ്പോൾ കൈ ഉയർത്താൻ തുടങ്ങുന്നത് കാണാൻ കഴിയും. ചില ആളുകൾ അത്തഹിയാത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ വിരൽ ചൂണ്ടുന്നതായി കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ഹദീസിന്റെ പിൻബലമുള്ളത് അത്തഹിയാത്തിൽ വിരൽ ചൂണ്ടുക എന്നതിനാണ്. ഇബ്നു ഹുസൈമ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തശഹ്ഹുദിന്റെ ഇരുത്തത്തിൽ ചൂണ്ടി വിരൽ ചൂണ്ടി എന്നാണ്. മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ കാണാം, വലത്തെ കൈ അലാ ഫഖ്ദിൽ യുംന, വലത് മുട്ടിന്റെ ഭാഗത്ത് വെക്കുകയാണ്. വശാറബി ഇസ്ബഇഹി, എന്നിട്ട് എന്ത് ചെയ്തു? വിരൽ ചൂണ്ടി എന്നാണ്. നസായി റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, വശാറബി ഉസ്ബഉഹി അല്ലതി തലിൽ ഇബ്ഹാമ ഫിൽ ഖിബ്ല വറമാ ബിബസരിഹി ഇലൈഹ ഔ നഹ്വിഹി. അതായത് ചൂണ്ടുവിരൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടി എങ്ങോട്ട്? കിബ്ലയുടെ നേരെ ചൂണ്ടുകയും അതിലേക്ക് നോക്കുകയും ചെയ്തു എന്നാണ്. അപ്പൊ ഈ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അത്തഹിയാത്ത് തുടങ്ങുമ്പോൾ തന്നെ വിരൽ ചൂണ്ടുക എന്നതിനാണ് ഈ ഹദീസിൽ നിന്ന് സൂചന കിട്ടുന്നത്. പിന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി ചെല്ലുന്ന സമയത്ത് വിരൽ ചൂണ്ടി തുടങ്ങുന്നത് അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിനെ സൂചിപ്പിക്കാൻ എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ ഇതിന് കൃത്യമായ പ്രമാണങ്ങളുടെ പിൻബലമില്ല. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് വിരൽ ഉയർത്തുക എന്നുള്ളത്, വിരൽ ചൂണ്ടുക എന്നുള്ളത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ആ കലിമ ചെല്ലുമ്പോൾ വിരൽ ഉയർത്തുക എന്നുള്ളത് സുന്നത്തിൽ അസ്ലില്ലാത്തതാണ്. അപ്പൊ അതിന് സുന്നത്തിന്റെ പിൻബലമില്ല. അതുകൊണ്ട് അത്തഹിയാത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ചൂണ്ടുക എന്നുള്ളതിനാണ് പ്രമാണങ്ങളോട് ചേർന്ന് നിൽക്കുന്ന നിലപാട് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.